കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോ എന്നെ തൊടരുതേന്ന് പറഞ്ഞു. അമ്മ എന്നെ തൊടല്ല, എന്റെ ശരീരം മൊത്തം അടിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. രാത്രി ഉറങ്ങിയിട്ടില്ല, കാലെല്ലാം നീര്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞങ്ങൾ പറഞ്ഞല്ലയോ വിട്ട സാറിനോട്. അപ്പൊ അവരതൊന്നും കേട്ടില്ല. എന്റെ പോലീസുകാരോട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞു, കാണിച്ചതുവാ സാറേ, ഇത് കാണ്, ഇവനെ ഓപ്പറേഷൻ ചെയ്ത്. ഇല്ല, ഞങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. എന്നിട്ടായി പണി കാണിച്ചേ. അവര് ചോദ്യം ചെയ്തോട്ടെ, സംശയാസ്പദമായ രീതിയിൽ അവരൊരു കംപ്ലൈന്റ് ഇട്ട് ചോദ്യം ചെയ്തോട്ടെ. അതിനൊക്കെ ഓരോ നിയമങ്ങളില്ലയോ? ഞങ്ങൾ എന്നിട്ട് ചോദിക്കുന്നു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? എന്നിട്ട് അവര് പറഞ്ഞില്ല, അവരത് അറിയിച്ചതുമില്ല. അവിടെ ചെന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിയുന്നില്ല. അറിയുന്നത് അന്ന് രാത്രി 1 മണിയൊക്കെ ആയി. ഇവനെ മെഡിക്കലിൽ എടുക്കാൻ ഇത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാ ഇവൻ ജീപ്പിൽ ഇറങ്ങിയപ്പോ മമ്മി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴും ഞങ്ങൾ അറിയുന്നില്ല കേസ് എന്തുവാന്ന്. അപ്പോഴാരോ അവിടെ നിന്ന് പറയുന്നത് പോക്സോ കേസാണെന്ന്. അപ്പോഴും നമുക്കറിയാലോ ഈ പോക്സോ എന്തുവാന്ന് അറിയാലോ. അപ്പോഴേ ഞങ്ങള് പകുതി മരിച്ചു. പക്ഷേ ഇവൻ എന്നിട്ട് പിന്നെ കാണിക്കുന്നില്ല. ഈ പോലീസുകാർ പറഞ്ഞെന്നും മീഡിയ വഴി ഞങ്ങൾ കേട്ട് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കലും അല്ല, അത് പച്ചക്കള്ളവാ. എന്റെ കുഞ്ഞിനെ അന്ന് 8:15 കഴിഞ്ഞ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങൾ മുഖാമുഖം കണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പിറ്റേന്ന് 4 മണി സമയത്താ. പോലീസ് ഉന്നയിക്കുന്ന ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. അതായത് പ്രശ്നം വെച്ചാൽ, അതായത് ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഒരു കേസിൽ പ്രതിയാണെന്ന് ഇങ്ങനെ പോലീസ് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും? ഇല്ല. കോന്നി കൂടലിലെ 13-കാരിയുടെ ലൈംഗികാതിക്രമ കേസിൽ പോലീസ് മർദ്ദനം ആരോപിച്ച 20-കാരനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പോലീസിനെതിരെ യുവാവ് പരാതി നൽകിയിരുന്നു. ശ്വാസ തടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതോടെയാണ് ചികിത്സ തേടിയത്. പോലീസ് മർദ്ദിച്ചു എന്ന് കാട്ടി ആഭ്യന്തരമന്ത്രിക്കും DGPക്കും യുവാവ് പരാതി നൽകിയിരുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ തോമസ്, ഒരു വ്യാജ പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചെറുപ്പക്കാരനെ അടക്കം പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇപ്പോഴിതാ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ്? ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ്? വിവരങ്ങൾ എന്താണ് നിതിൻ? ഇന്നലെ രാത്രിയോടെയാണ് ഈ 20-കാരനായ യുവാവിന് ശ്വാസതടസ്സവും അതുപോലെ തന്നെ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് അടൂര് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ ചികിത്സ തേടിയത്. എന്തായാലും ഇപ്പോൾ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്ന് ആശുപത്രി വിടാൻ സാധിക്കും. ഇപ്പോൾ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 20-കാരന്റെ സംഭവത്തിലേക്ക് വരുമ്പോൾ, ഈ 13-കാരി ഉന്നയിച്ച ലൈംഗികാരോപണ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 6 പേരിൽ ഒരാളായിരുന്നു ഈ 20-കാരനായ യുവാവും. ഈ യുവാവ് ഹൃദ്രോഗിയായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോലും പറഞ്ഞിട്ട് ആ ഒരു പരിഗണന പോലും നൽകാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ യുവാവിനെ മർദ്ദിച്ചത് എന്നുള്ള ഒരു പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസം യുവാവ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ കാലിൽ ബൂട്ടിട്ട് ചവിട്ടി, കാലിന്റെ വെള്ളയ്ക്ക് അടിച്ചു, അതേപോലെ തന്നെ ചെവി പിടിച്ചു തിരിച്ചു, മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നിവ ഉന്നയിച്ചാണ് ആഭ്യന്തരമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യുവാവ് പരാതി നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് വീണ്ടും യുവാവിനൊരു ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടത്. ഉടനടി തന്നെ അടൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സയൊക്കെ പരിചരണമൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ആശുപത്രി വിടുകയാണ്. ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ചെറുപ്പക്കാരൻ ഇന്ന് ആശുപത്രി വിടുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കൂട്ടി ഉണ്ടായിരുന്നു, എന്നിട്ടും പോലീസ് തല്ലിച്ചതച്ചു എന്നാണ് കുടുംബം പരാതി നൽകിയിട്ടുള്ളത് കൂടൽ പോലീസിനെതിരെ. ഇനി പത്തനംതിട്ടയിൽ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ആ 13-കാരിയുടെ വ്യാജ പീഡന പരാതി, അതിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളുകളെ മർദ്ദിച്ചുവെന്ന ആക്ഷേപത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകും. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഇന്നിപ്പോൾ SP-ക്ക് കൈമാറും. കേസിലെ ദുരൂഹത നീക്കാനുള്ള അന്വേഷണത്തിലാണ് കൂടുതൽ പോലീസ് ഉള്ളത്. കൃഷ്ണമോഹനുണ്ട് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, ഇതിലിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഉന്നയിച്ച പരാതികളുണ്ട്. 20-കാരനായ ഹൃദ്രോഗിയായിട്ടുള്ള യുവാവ് വലിയ തോതിലുള്ള പീഡനം പോലീസിൽ നിന്ന് നേരിട്ടു എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. ഇതിനൊക്കെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും ഇതൊരു പ്രണയനൈരാശ്യത്തിനൊടുവിൽ ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങളുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ദുരൂഹതകൾ നീങ്ങാനുണ്ട്, നടപടികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? 13-കാരിയുടെ വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി കൂടൽ പോലീസ് നിരവധിയായ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്തവരെയും ഒക്കെ വിളിച്ചു വരുത്തിയിരുന്നു. അതിൽ 6 പേരെയായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. അതിൽ
20 വയസ്സുള്ള യുവാവിനെ മർദ്ദിച്ചെന്ന ആരോപണം ഗൗരവമേറിയതായിരുന്നു. കാരണം ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചു, പിന്നീട് നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ചു. ആ 20കാരനെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം ദേഹാസ്വാസ്ഥ്യമുണ്ടായി വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടി ECG വേരിയേഷൻ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു മർദ്ദന പരാതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് തല പരിശോധന തുടങ്ങിയിരുന്നു. SP പറഞ്ഞതനുസരിച്ച് അത് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആണ് നടത്തുന്നത്. ആ റിപ്പോർട്ട് ഇന്ന് അദ്ദേഹം നൽകും SP-ക്ക്. അതിനുശേഷം DGPയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അച്ചടക്ക നടപടി വേണോ, കൂടൽ സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയോ, ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മാനസികമായി സമ്മർദ്ദപ്പെടുത്തുന്നവർ രക്ഷിതാക്കളും ആരോപിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാകുമോ, SI അടക്കം ഉദ്യോഗസ്ഥർക്ക് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DYFI അടക്കം പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് AIYF-ന്റെ പ്രതിഷേധ മാർച്ചും വൈകിട്ടുണ്ട്. ആ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഇന്ന് ആ തീരുമാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രണയ നൈരാശ്യം കൊണ്ട് മാത്രം ഇത്തരമൊരു വ്യാജ മൊഴി പറഞ്ഞുകൊണ്ട് 10ലധികം ആളുകളെ ഒരു പോക്സോ കേസിൽ കൊടുക്കാൻ ഒരു 13കാരിക്ക് എങ്ങനെ കഴിയും? അതിന് പിന്നിലെ മറ്റ് ദുരൂഹതയുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ വിശദമായ അന്വേഷണവും വിവാദങ്ങളും ഈ വ്യാജ പോക്സോ പരാതിയുമായി ബന്ധപ്പെട്ട് തീരുന്നില്ല എന്നുള്ളത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിന്മേൽ സമഗ്രമായ അന്വേഷണം വേണം. എന്നാൽ ആ അന്വേഷണത്തിന് പകരം ഈ കൂടൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കാക്കിയിട്ട ഏമാന്മാർ അവർ ഈ അന്വേഷണം നടത്തുന്നതിന് പകരം മുൻവിധിയോടുകൂടി ആ പെൺകുട്ടി പരാതി കൊടുത്ത ആരുടെയൊക്കെ പേരിലാണോ പരാതി കൊടുത്തിട്ടുള്ളത് ആ സ്കൂൾ വിദ്യാർത്ഥികളെ അവരുടെ യാതൊരു തരത്തിലും ഉള്ള അവരുടെ പശ്ചാത്തലം പരിശോധിക്കാതെ 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ബാലാവകാശ കമ്മീഷൻ അടക്കം ഇടപെടേണ്ടുന്ന കേസാണ്. നിയമവിരുദ്ധമാണ്. കുട്ടികളുടെ അവകാശങ്ങളുടെ പേരുള്ള നഗ്നമായ ലംഘനമാണ്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ ഒരു പോലീസ് കേസിന്റെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തേണ്ടതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അതറിയാത്തവരല്ല കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കിയിട്ട ഏമാന്മാർ, SI ഉൾപ്പെടെയുള്ള ആളുകൾ. അതൊന്നും ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ആ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് DYFI ഒന്നാമതായി ഇവിടെ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. രണ്ടാമത് എന്താണ്, ഒരു യുവാവിനെ 21 വയസ്സുള്ള ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. ആ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും അയാൾ ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞപ്പോ അതൊന്നും വകവെക്കാതെ, സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിലാണ് അവരെ കൊണ്ടുവരേണ്ടത്. ആ യുവാവിനെ കൊണ്ടുവന്നത് എവിടെയാണ്? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോവുകയാണ്. പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകുക മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ കേരളത്തിലെ മുഖ്യധാര ചാനലുകളെല്ലാം അതിന്റെ വാർത്ത വിശ്വസിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരന്റെ നെഞ്ച് കീറി മുറിച്ചു വെച്ചിരിക്കുകയാണ്. ഹൃദ്രോഗിയാണ്, ഹൃദ്രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു മര്യാദയുമില്ലാതെ ബൂട്ട്സിട്ട് ചവിട്ടുന്ന, അതോടൊപ്പം തന്നെ കൈക്കും കഴുത്തിനും കുത്തിപ്പിടിക്കുന്ന, വൈക്കത്ത് തൊഴിക്കുന്ന നികൃഷ്ടമായ പോലീസ് മുറയാണ് കൂടൽ പോലീസിന് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കൂടൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരം ഒരു സൂചനാ സമരമാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട പൊതുപ്രവർത്തകരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരെ, ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, 10 വർഷക്കാലം മുമ്പ് ഉമ്മൻചാണ്ടി ഈ സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും മാറി മാറി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിരുന്ന നിലപാടാണ് DD സതീശന്റെ ഗവൺമെന്റിന്റെ കീഴിൽ കൂടൽ പോലീസിനെയും അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിനെയും ഏമാന്മാര് സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത് എങ്കിൽ DYFIയുടെ ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ഇത്തരത്തിലുള്ള മാർച്ചുകളും നിങ്ങൾക്ക് നിരന്തരം കാണേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, 3ാം മുറയും ഇടിമുറിയും കേരളത്തിൽ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് നാം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 3ാം മുറ
അതുപോലെ തന്നെ ഈ ഇടിമുറികളും നിങ്ങൾ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഈ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുവാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അനുവാദം നിങ്ങൾക്ക് വാങ്ങേണ്ടുന്ന സ്ഥിതി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിട്ടുള്ള സഖാവ് രാജീവ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.